ഹലോ കൂട്ടുകാരെ, ഇസാറോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഇതാ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് തന്നെ അവധികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് ആ ഒരു ടൈം നന്നായിട്ട് പഠിക്കാനായിട്ട് കൂടി നമ്മൾ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്യണത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ടിപ്പ്, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ പഠിക്കണേ. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് പഠിക്കണേന്ന്? എന്താ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെ എന്തെങ്കിലും വല്ല കാര്യങ്ങളുണ്ടോ? പലരും നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോകും പഠിച്ചിട്ട് വരുന്നുണ്ടെന്നല്ലാതെ ഇതൊക്കെ എന്തിനാണ് പഠിക്കണേന്ന് പോലും നമുക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. അപ്പോൾ എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, അതെന്താണ് അതിൻ്റെ ഒരു കാരണം ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡയറിയിൽ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ തീർച്ചയായിട്ടും എഴുതി വെക്കണം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പഠിക്കുന്ന രീതിയും നമ്മുടെ കഴിവുകളും ഒക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പല കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അതായത് പഠിക്കാനും ഇഷ്ടമാണ്, അതോടൊപ്പം തന്നെ എനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഹോബീസും അല്ലെങ്കിൽ ഡാൻസ്, പാട്ട്, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും പെർഫെക്റ്റ് ആവാൻ എനിക്ക് സാധിക്കില്ല. എല്ലാം കുറച്ച് അറിയാം അല്ലേ. എന്ന് പറഞ്ഞ മാതിരി പലർക്കും പല രീതിയിലുള്ള കഴിവുകളാണ്. അപ്പോൾ എനിക്കുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, നിങ്ങൾക്കുള്ളൊരു കഴിവ് എനിക്കും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെയാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണ്. ഓരോരുത്തരുടെയും പഠന രീതി വ്യത്യാസമായിരിക്കും, നമുക്കത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവും വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന റുട്ടീനോ ടിപ്സോ ഫോളോ ചെയ്ത് എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടേതായ ഒരു സ്റ്റൈൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ സ്റ്റൈൽ ഫോളോ ചെയ്ത് പഠിക്കുക, അത്ര മാത്രമേ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് പരീക്ഷകളിൽ മാർക്ക് കുറയാം, നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അതൊരു തകർച്ചയല്ല. എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് പലപ്പോഴും ഞാൻ ഫേസ് ചെയ്ത പല കാര്യങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ എവിടേക്കോ തോറ്റു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മളിപ്പോൾ എക്സാമിനായാലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ, അപ്പോഴാണ് എനിക്ക് വാശി കൂടുതലുണ്ടായിട്ടുള്ളത്. വീണ്ടും അത് എന്താ പറയുക, മാർക്ക് കൂട്ടി കാണിക്കാനും ജയിച്ച് കാണിക്കാനുള്ളൊരു വാശി എനിക്ക് വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ എല്ലാ സമയത്തും. അതുകൊണ്ട് പലപ്പോഴും ഈ മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ അത്രയും ഞാൻ വലിയ ഡെസ്പ് ആവാറില്ല. ശരിക്കും പറഞ്ഞാൽ വിചാരിക്കും അടുത്ത പ്രാവശ്യം ഞാൻ അടിപൊളിയായിട്ട് മാർക്ക് മേടിച്ചിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ മാർക്ക് സ്കോർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു സ്ഥലത്ത് മാർക്ക് കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് നമ്മൾ ഡെസ്പ് ആവെല്ലാം ചെയ്യേണ്ടത്, അതൊരു വാശിയായിട്ട് എടുത്ത് നെക്സ്റ്റ് ടൈം പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പിലോട്ട് പോകാം. നാലാമതായിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഇത് നമ്മുടെ പഠിക്കേണ്ട സമയം. നമുക്ക് ഓരോരുത്തർക്കും പല സമയത്താവും പഠിക്കുന്നത് ഇഷ്ടം. എനിക്ക് കുറേ സമയങ്ങളിൽ പണ്ടൊക്കെ വൈകുന്നേരങ്ങളിൽ ലേറ്റായിട്ടിരുന്ന് പഠിക്കുന്നതായിരുന്നു ഇഷ്ടം. പിന്നെ കുറച്ചും കൂടി ക്ലാസ് വലുതാവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഇഷ്ടം. നമ്മുടെ പ്രായം മാറുന്നതനുസരിച്ച് നമ്മുടെ ചോയ്സസ് മാറിക്കൊണ്ടിരിക്കും. ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സമയം എന്ന് ആദ്യം തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്യുക. ചിലവർക്ക് മിക്സ് ചെയ്ത രീതിയിലായിരിക്കും. ചില ദിവസം രാവിലെ പഠിക്കുന്നതാവും ഇഷ്ടം, ചിലപ്പോൾ വൈകിട്ടാവും. പക്ഷേ തണുപ്പ് സമയത്ത് രാവിലെ പഠിക്കാതിരിക്കുമ്പോൾ ഉറക്കം വരലും എനിക്കൊരു പതിവായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം ഇരുന്നിട്ടാണ് കൂടുതൽ പഠിക്കാറുള്ളത്. അപ്പോൾ ഇതും നിങ്ങളുടേതായ രീതിയിൽ ഒരു ടൈമിങ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മളൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു കൃത്യമായ സമയത്ത് പഠിക്കാനിരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസിന് വേണ്ടി സമയം കണ്ടെത്തുമ്പോഴൊക്കെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു ഹാബിറ്റാവും. നമ്മളത് അടുത്തൊരു ദിവസവും വീണ്ടും അത് ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് വരും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പല സമയത്തും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓർഡറോ കൃത്യനിഷ്ഠയോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഡെയിലി റുട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ഡെയിലി ഇങ്ങനെ കൃത്യമായി പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അടുത്ത ദിവസവും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ മടി പിടിച്ച് മാറ്റി വയ്ക്കുമ്പോൾ പിറ്റേ ദിവസം പഠിക്കാം, അതിൻ്റെ പിറ്റേ ദിവസം പഠിക്കാം, ആ ഒരു രീതിക്കാവും. അപ്പോൾ ഡെയിലി ബേസിൽ ഇത്തിരി നേരമെങ്കിലും നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും പഠിക്കാനായിട്ട് വല്ല സമയം നമ്മൾ മാറ്റി വെച്ചിരിക്കണം. അതൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇത് പലർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. വീട്ടിൽ ചിലപ്പോൾ ടി വി വെച്ചിട്ടുണ്ടാവും, മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ടാവും, നമ്മുടെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടാവും, അങ്ങനെ പല ഡിസ്ട്രാക്ഷൻസ്. പഠിക്കാനിരിക്കുന്ന സമയം എൻ്റെ ഒരു പോളിസി ഏതായിരുന്നു, പഠിക്കാൻ ഇരിക്കുന്ന ആ ഒരു കുറച്ച് ടൈം അതിലേക്ക് തന്നെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരുന്നിട്ട് പഠിക്കുക. ഞാനപ്പോൾ എപ്പോഴും വിചാരിക്കുക, ഈ ഒരു 2 മണിക്കൂർ നന്നായിട്ട് ഞാൻ പഠിച്ചാൽ ബാക്കി സമയം എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അല്ലാതെ മണിക്കൂറുകളോളം പഠിക്കാനിരുന്ന് ഫുള്ളി ഡിസ്ട്രാക്റ്റഡായും അശ്രദ്ധയായിട്ടിരുന്നിട്ട് ഒന്നും പഠിക്കാത്തതിലും നല്ലത് ഇരിക്കുന്ന സമയം ശ്രദ്ധാപൂർവം പഠിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് കുറച്ച് സമയം ഇരുന്നാലും ഉള്ളത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ അങ്ങനത്തെ ഒരു സ്ഥലത്തിരുന്നിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്പേസ്. ചിലർക്ക് മുറിയിലിരുന്ന് പഠിക്കുന്നതാവും ഇഷ്ടം, ചിലർക്ക് നടന്ന് പഠിക്കുന്നതാവും ഇഷ്ടം, ചിലർക്ക് പുറത്തിരുന്ന് പഠിക്കുന്നതാവും ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സ്ഥലത്ത് കൃത്യമായി ഇങ്ങനെ ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചാൽ എനിക്കത് ആലോചിക്കാൻ എനിക്ക് ഭയങ്കര ബോറിംഗ് ആണത്. എനിക്ക് ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു
ചേഞ്ച് വരുത്തുമ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ രാവിലെ എൻ്റെ റൂമിലിരുന്ന് പഠിക്കും. ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയമൊക്കെ, അതായത് ഒരു ഈവനിങ് വരെ പുറത്തൊക്കെ നടന്ന് പഠിക്കും. ഇരുട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ അകത്തിരുന്ന് പഠിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സ്ഥലങ്ങൾ മാറി മാറിയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും, പഠിക്കാൻ കുറച്ചും കൂടി ഒരു ഉഷാർ നമുക്ക് തോന്നുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പഠിക്കുന്ന കാര്യത്തിൽ പറയാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, പഠിക്കാനിരിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കും നമ്മളോട് പറയും വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. അതിലൊക്കെ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ശ്രദ്ധ തെറ്റാതെ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ വായിച്ച് പഠിക്കുന്നത് നമ്മളെ വളരെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളായിരുന്നു. മനസ്സിലാക്കി പഠിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒന്നും മനസ്സിലാവാതെ വെറുതെ കാണാപ്പാഠം പഠിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായി. എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോരുത്തരുടെയും പഠന രീതി വ്യത്യാസമായിരിക്കും. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് അത് നമുക്ക് ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ സാധിക്കുക. ഇല്ലെങ്കിൽ നമ്മളതൊന്നും മനസ്സിലാക്കാതെ വെറുതെ അത് വായിച്ച് പോയി മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഉറക്കെ പറ്റാവുന്നതും വായിച്ച് പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി നോക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ എന്നെ ഏറ്റവും സഹായിച്ചിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഒരുപാട് നോട്ടുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവും, ടെക്സ്റ്റിലൊക്കെ പഠിക്കാനുണ്ടാവും. അത് പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്, ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ ചെറിയ ചെറിയ പോയിൻ്റ് ആക്കി ചുരുക്കി എഴുതിയത് എന്നെ എക്സാം സമയത്ത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് നമുക്ക് അത് എടുത്തൊന്ന് വായിച്ച് നോക്കിയാൽ ആ പോയിന്റുകൾ വായിക്കുമ്പോൾ അതിലെന്താണ് എഴുതേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാഠങ്ങളുടെയും പറ്റാവുന്നതും ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുന്നത് വളരെ ഗുണം ചെയ്യും കേട്ടോ. അതോടൊപ്പം തന്നെ പഠിക്കാനിരിക്കുന്ന ടൈമിങ്, നമ്മൾ പഠിക്കാനിരുന്നു 2 മണിക്കൂർ നിർത്താതെ പഠിക്കുക. അങ്ങനെ പഠിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. നമുക്ക് ഇത്രയുമ്പോഴേക്കും മടുപ്പ് തോന്നി നമ്മൾ അത് ഇതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോകും. അതുകൊണ്ട് ഒരു 20 മിനിറ്റ് പഠിക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ നമ്മുടെ അടുത്ത ഒരു അരമണിക്കൂർ സെഷൻ പഠിക്കുക. അങ്ങനെ നമ്മൾ ഒരു ടൈം ബ്ലോക്ക് വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധയോടെയും അതോടൊപ്പം തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇതും ഓരോരുത്തരുടെ രീതിയായിരിക്കും കേട്ടോ. എന്നെ സംബന്ധിച്ച് പഠിക്കുന്നിടത്തുനിന്ന് ഞാൻ എഴുന്നേറ്റ് പോകാറില്ല, അവിടെ തന്നെ ഇരുന്നൊരു കുറച്ച് ഫ്രീ ടൈം എടുക്കാറുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലോട്ട് നമ്മുടെ ശ്രദ്ധ പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ടിപ്പിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. അതായത് നമ്മളോട് തന്നെ, അതായത് നമുക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോലെ പഠിക്കുക. ഞാനൊരു ടീച്ചറാണെന്ന് ജസ്റ്റ് സങ്കല്പിച്ചിട്ട് നമ്മൾ ആ പഠിക്കുന്ന പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാവുമെന്നറിയാൻ അങ്ങനെ ഒന്ന് പറഞ്ഞ് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും പോയിൻറ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കത് പറയാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ടീച്ചർ എന്ന രീതിയിൽ സങ്കല്പിച്ച് പറഞ്ഞ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റൂമിൽ ഇപ്പോൾ ഒരു സ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ബോർഡോ എന്തെങ്കിലും വെച്ച് എഴുതി നമ്മളിങ്ങനെ ചാർട്ട് പോലെയൊക്കെ എഴുതി പോയിൻ്റൊക്കെ ആയിട്ട് എഴുതി പഠിക്കുന്ന സമയത്തും എനിക്ക് ആ വരച്ച കാര്യങ്ങൾ മനസ്സിൽ നന്നായിട്ട് ഓർമ്മ നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന കാര്യങ്ങൾ വിഷ്വലായിട്ട് കാണുന്നതും കേൾക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് ഓർമ്മ നിൽക്കും. അതായത് നമ്മളിപ്പോൾ സ്കൂളിലായാലും ക്ലാസ് കേട്ടിട്ട് വന്നിട്ട് നമ്മൾ പഠിക്കുന്നതും ക്ലാസ്സിൽ പോവാതെ അവധി എടുത്ത ദിവസം എടുക്കുന്ന ക്ലാസ് നമ്മുടെ മനസ്സിലത്ര ഓർമ്മയുണ്ടാവില്ല. കാരണം നമ്മൾ ആ ക്ലാസ് കേട്ടിട്ടില്ല. അത് തന്നെയാണ് നമ്മളും ഒരു ടീച്ചറെ പോലെ സങ്കല്പിച്ച് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് എക്സാം വരാനായിട്ട് പോവാണ്. അപ്പോൾ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എക്സാമിൻ്റെ ദിവസമാവട്ടെ തലേദിവസം വരെ കാത്തിരുന്ന് പഠിക്കുന്നതിൽ നല്ലത് ഇന്ന് തൊട്ടേ കുറച്ചീശെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് അന്നാന്നെടുക്കുന്ന പോർഷൻസെങ്കിലും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആ പഠിക്കുന്ന ആ ഒരു ഫ്ലോയിലോട്ട് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പഠിക്കാനായിട്ട് തോന്നും. ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റ് പഠിക്കാതിരിക്കുമ്പോൾ മുഴുവനിട്ട് പഠിച്ച് തീരൂല്ല. നമ്മൾ ഒരു കണക്കിന് തലേദിവസം പഠിച്ചങ്ങോട്ട് അവസാനിപ്പിക്കും. ലാസ്റ്റ് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് യാതൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയില്ല. ലാസ്റ്റ് മിനിറ്റ് പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കൂട്ടി കുറച്ചീശെ പഠിച്ച് പ്രിപ്പയർ ചെയ്യാനും കൂടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ പഠനത്തെക്കുറിച്ച് പേടിയോ എക്സാമിന് മാർക്ക് കുറയോ എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പാരൻസിനോട് അത് ഷെയർ ചെയ്യാവുന്നതാണ്. വീട്ടിൽ നമ്മുടെ ഇപ്പോൾ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരോട് അത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുതരും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ളത്,
നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക, നമ്മൾ പഠിക്കുക, നമ്മൾ ട്രൈ ചെയ്യുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവാം, മാർക്ക് കുറഞ്ഞു പോവാം, ആ ദിവസം എന്തൊക്കെയാവും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പഠിച്ച് നമ്മൾ പോവുക. മാർക്ക് കിട്ടുമ്പോൾ അത് കിട്ടണ പോലെ ഇരിക്കട്ടെ, ഇനി അഥവാ കുറഞ്ഞു പോയാലും നെക്സ്റ്റ് ടൈം ഞാൻ നന്നായി ചെയ്യും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഒരു ഭാഗമാണ്. പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആർക്കോ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റഡി ടിപ്സ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നിങ്ങളുടെ സ്റ്റഡി ടിപ്സ് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ട് എനിക്ക് സക്സസ്ഫുള്ളായിട്ട് തോന്നിയതും എനിക്ക് നന്നായി പഠിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തതുമായ കാര്യങ്ങളാണ് ഞാൻ പറയണത്. പിന്നെ നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇനി ഞാൻ എപ്പോഴും ഇങ്ങനെയായിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ പഠനത്തിൻ്റെ സ്റ്റൈൽ മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ചിലവർ നമ്മൾ പറയില്ലേ, LP UP അത്ര പഠിച്ചിരുന്നില്ല, ചിലപ്പോൾ ഹൈസ്കൂളിൽ അത്ര പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഹയർ സെക്കൻഡറി ഒക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിന്നെയുള്ളതിന് നന്നായി പഠിച്ച് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഈ ഒരു സമയം എന്താ പറയുക മാത്രം മതി, കുറച്ച് സമയം മാത്രം മതി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.